പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങയുടെ വലിയ കരുണയ്ക്കായിട്ട് സ്തുതിക്കുന്നു. വിശുദ്ധമായിരിക്കുന്ന ദിവസത്തിൽ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയുടെ വചനം കേൾപ്പാനിടയാവാൻ സ്തോത്രം ചെയ്യുന്നു. സാക്ഷാൽ വചനമായിരിക്കുന്ന അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും അങ്ങയുടെ കൂടെ ആയിരിക്കാൻ സഹായിക്കണമേ. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ അങ്ങേ മനസ്സിലാക്കിയതുപോലെ അങ്ങേ മനസ്സിലാക്കി തിരികെ കൂട്ടായ്മയുടെ അനുഭവത്തിലെ വന്നവനുടെയാകണം. യേശുവിൻ നാമത്തിൽ തന്നെ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാവിധാനം ആദ്യമായിട്ട് അർപ്പിക്കട്ടെ. പറക്കാൽ മിഷൻ്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഉള്ള ക്രമീകരണമാണ് ഇന്ന് മഹാടുടനീളം കാണുന്ന പുൽപിറ്റ് ചേഞ്ച്. അതനുസരിച്ച് തിരുവല്ല ജില്ലയിലെ പട്ടക്കാർ പല സ്ഥലത്തിലേക്ക് മാറി ശുശ്രൂഷയ്ക്കായി പോയിരിക്കുകയാണ്. നമ്മുടെ ഇടവികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട അലക്സച്ചൻ ഇന്ന് മുണ്ടിയപ്പള്ളി പള്ളിയിൽ ശുശ്രൂഷ നടത്തുന്നു. പറക്കാൽ മിഷനെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവരും അനുഭവിച്ചവരും ഒക്കെ എൻ്റെ താഴെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. മറ്റൊന്നുകൊണ്ടല്ല, അവിടെ പ്രവർത്തിച്ച ആളുകളുണ്ട്, അവിടെ പോയിട്ടുള്ളവരുണ്ട്, അവിടെ പ്രവർത്തിച്ച ആളുകളുടെ ബന്ധുക്കളുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അവിടെ ഡോക്ടറായിട്ട് പ്രവർത്തിച്ച ഡോക്ടർ ജീനും സാൻറ്റീനയും ഈ പള്ളിയിൽ ഇപ്പോൾ ഉണ്ടെന്നും എനിക്കറിയാം. പല ആളുകളുടെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും പറക്കാലിനെ കുറിച്ച് വിശദമായിട്ട് പറയേണ്ട ഇല്ലെങ്കിൽ പോലും ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധ്യമല്ലല്ലോ. ഈ മാസം 24-25 തീയതികളിലാണ് പറക്കാൽ മിഷൻ്റെ ശതാബ്ദി ആഘോഷ ഉദ്ഘാടനം കോട്ടയിൽ വെച്ച് നടത്തുന്നത്. ആദ്യ ദിവസത്തിൽ മിഷണറിമാരെ കടന്നു വന്ന് അവരുടെ കുടുംബസംഗമങ്ങളും പിറ്റേ ദിവസം പൊതുയോഗവും കൾച്ചർ മീറ്റും ഒക്കെ നടത്തപ്പെടുകയാണ്. നാം തന്നെ പല രീതിയിൽ പറക്കാൽ മിഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. പോയ പ്രവർത്തികളുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഉയർപ്പ് ഞായറാഴ്ചത്തെ കവർ, ഉയർപ്പ് ഞായറാഴ്ച നൽകുന്ന വർജന അരി, ഇതൊക്കെ പറക്കാൽ മിഷന് നൽകുന്നതായിരുന്നു. നോമ്പ് കാലത്ത് അമ്മമാർ നോമ്പെടുക്കുന്നതിൻ്റെ ഒരു ഭാഗം പിടിയേരി മാറ്റിവെച്ച് അത് കപ്പിയാർ വശമോ മറ്റോ പള്ളിയിലെത്തിച്ച് അതിൻ്റെ പണം പറക്കാൽ മിഷൻ നൽകുന്ന നല്ലൊരു പതിവ് മഹാടുടനീളം ഉണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങൾ കൊണ്ടും പണം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നിങ്ങളെല്ലാവരും പറക്കാൽ മിഷനെ സ്നേഹിക്കുകയും നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു ഫലമാണ് പറക്കാൽ മിഷൻ്റെ വളർച്ച. പറക്കാൽ മിഷൻ ആരംഭിക്കുന്നതിന് പല രഹസ്യങ്ങളുണ്ട്. അതൊന്ന്, 1916 നമ്മുടെ ഇവിടെയിലെത്തിയ അസ്രിയാ തിരുമേനിയുടെ ആഹ്വാനമാണ്. ഡാണക്കൽ ബിഷപ്പായിരുന്ന CMSൻ്റെ ഡാണക്കൽ ബിഷപ്പായിരുന്ന ഈ അസ്രിയാ തിരുമേനി 1916 ശതാബ്ദി ആഘോഷവേളയിൽ നമ്മളുടെ ഇവിടെ തിരുവിതാംകൂറിൽ മിഷണറിമാർ വന്നതിൻ്റെ ശതാബ്ദി ആഘോഷവേളയിൽ മുഖ്യാതിഥിയായിട്ട് എത്തുകയും 100 വർഷക്കാലം അനുഭവിച്ചതായ ഗുണങ്ങൾ മറ്റുള്ളവരോട് പങ്കിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ, ഡോർണക്കലിൻ്റെ മലനിരകളിൽ, ആന്ധ്രയുടെ തീരകളിൽ ധാരാളം ദൈവത്തെ അറിയാതെ കന്നുകാലിൽ തീരുന്നവരും പല ജാതികളെ ആളുകളുണ്ട്. അവർക്ക് ഭാഷയില്ല. അവർ സാധാരണ മനുഷ്യരെക്കാൾ അധവന്മാരെ ജീവിക്കാൻ അവരുടെ ഇടയിൽ മിഷൻ പ്രവർത്തനം നടത്തുന്ന ഒരു ആഹ്വാനം നടത്തി. നമുക്കെല്ലാം അറിയാം, ഇവിടെ വന്ന CMS മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് പ്രൊട്ടസ്റ്റൻ്റ് മിഷണറി സമൂഹത്തിൻ്റെ ആവിർഭാവത്തോടെയാണ്. കത്തോലിക്ക മിഷനുമായിട്ട് അല്പ വ്യത്യാസം നമുക്കുള്ളത് ആത്മാവിൻ്റെ നേട്ടത്തിനായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നതെന്നുള്ളതാണ്. എന്താണ് ആത്മാവിൻ്റെ നേട്ടം? ആത്മാക്കളെ നേടുക. ജർമ്മനിയിലുള്ള ഹാല യൂണിവേഴ്സിറ്റിയിലുണ്ടാകുന്ന ആത്മീയ ഉണർവിനെ തുടർന്നാണ് 2 ഭക്തിപ്രസ്ഥാനം ഉണ്ടായത്. ഒന്നാം ഭക്തിപ്രസ്ഥാനം, രണ്ടാം ഭക്തിപ്രസ്ഥാനം. തുടർന്നാണ് അനേക മിഷണറിമാരായിട്ടുള്ള യുവാക്കൾ ഇന്ത്യ പോലുള്ള സ്ഥലത്തേക്ക് വന്നത്. അതിലൊരു കൂട്ടം ആളുകളായിരുന്നല്ലോ CMS ചർച്ച് മിഷണറി സൊസൈറ്റി. അങ്ങനെ നമ്മൾ അനുഭവിച്ചതായിട്ടുള്ള സന്തോഷം യേശുവിനെ മറ്റൊരു പകർന്നു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്
ഈ തിരുവാങ്കൂർ സഭ അല്ലെങ്കിൽ ട്രാവൻകൂർ ഡയസിസ് ഇങ്ങനെ മിഷൻ ഏറ്റെടുക്കാൻ തയ്യാറായി തീർന്നത്. 8 വർഷത്തെ പ്രാർത്ഥനയുടെയും ഒരുക്കത്തിൻ്റെയും ഫലമായിട്ട് 1924 ഫെബ്രുവരി മാസം 24 തീയതി 1923 ഫെബ്രുവരി മാസം 24 തീയതി നമ്മുടെ ആദ്യ മിഷണറി ആയിരിക്കുന്ന ഈപ്പനച്ചനും എ ജെ തോമസ് സാറും വാരങ്ങളിലെത്തി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം അവരുടെ സൂസൻ ഈപ്പൻ എന്ന് പറയുന്ന അച്ഛൻ്റെ വൈഫും ഉണ്ടായിരുന്നു. 8 വർഷക്കാലം അവിടെ അവർ ഭാഷ പഠിക്കാനായിട്ട് എടുത്തു എന്ന് തോന്നുന്നു. കാരണം ഡോർണക്കൽ ഒരു വലിയ സ്ഥലമാണ്. ഞാനും ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. വലിയൊരു പള്ളിയുണ്ട്. ഒസ്രിയ തിരുമേനി അവിടുത്തെ ഒരു രാജാവ് പോലെ ജീവിച്ച ആളാണ്. അദ്ദേഹം വരുമ്പോൾ ട്രെയിൻ നിർത്തുന്ന രീതി ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഡൽഹി റൂട്ടിലുള്ള സ്ഥലമാണ് ഡോർണക്കൽ. അവിടെ നിന്നൊരു ഭാഷ പഠിച്ച് സംസ്കാരം മനസ്സിലാക്കി അങ്ങനെ മിഷൻ ആരംഭിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടു. 1929 ചിന്നക്കൊപ്പടപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 231 പേര് സ്നാനപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, ഇത് 10-14 വർഷത്തെ പ്രാർത്ഥനയുടെയും ഭാഷാ പഠനത്തിൻ്റെയും ഫലമായിട്ടാണ് കുറച്ചേറെ ആളുകൾ, കുറച്ച് പേരെങ്കിലും സ്നാനത്തിലൂടെ കർത്താവിനെ അറിയാനിടയായി തീർന്നത്. പിന്നീട് വലിയ വളർച്ച ഈ മിഷൻ ഉണ്ടായി. വർക്കാൽ മിഷൻ 1923 ആരംഭിക്കുന്നുണ്ടെങ്കിൽ പിന്നീടുണ്ടായ വളർച്ച 32-ലും 36-ലൊക്കെയും വലിയ വളർച്ചയുണ്ടായത്. ബോർഡിംഗ് ഹോം അവിടെ ആരംഭിച്ചു. കാട്ടിരപ്പള്ളി എന്ന് പറയുന്ന ഇപ്പോഴത്തെ സ്ഥലത്താണ് ഇപ്പോൾ പുതിയൊരു മിഷൻ ആരംഭിച്ച സ്ഥലത്ത് ആദ്യമായിട്ട് മിഷന്മാർ പോയത്. അന്ന് തന്നെ വളരെ പ്രയാസമുള്ള സ്ഥലം. ജേക്കബ് എഴുത്തിനടുത്ത് അദ്ദേഹം 87 പോകുമ്പോഴും കാളവണ്ടിയിലാണ് പോയത്. അപ്പോൾ എത്രയോ ദുരിതമായ സ്ഥലത്ത് പാറക്കെട്ടിലൊക്കെ പോയി നമ്മുടെ മിഷന്മാർ താമസിച്ചു, കർത്താവിനെ സാക്ഷിച്ചു. എന്നാൽ പറക്കാലിലാണ് ഒരു വേരോട്ടം ഉണ്ടായത്. ഒരു ധാരാളം സ്ഥലങ്ങൾ വാങ്ങി ബോർഡിംഗ് ഹോം പണിത് ധാരാളം മിഷന്മാർ ഓരോ വർഷവും ഓരോ കാലം വർദ്ധിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മാതാവിൻ്റെ സഹോദരൻ ഐസി കുരനച്ചൻ 17 വർഷക്കാലം അവിടെ പ്രവർത്തിച്ചതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ അറിയാം. അനേക മിഷണറിമാരുടെ ത്യാഗോജലമായി, മിഷണറിമാർ മാത്രമല്ല, മിഷണറി പട്ടക്കാർ, ഡോക്ടർമാർ, നഴ്സുമാർ, അധ്യാപകർ, സുവിശേഷകരുടെ ഒക്കെയും കുടുംബമായ ത്യാഗോജലമായ ഫലമായിട്ടാണ് മിഷൻ ഇങ്ങനെ 300 ഗ്രാമങ്ങളിലേക്ക് വളർന്നു വന്നത്. വളരെ താല്പര്യത്തോടെ അവർ പുറപ്പെട്ടു പോവുകയാണ്. ഒരു സ്ഥലത്ത് ആരാധന നടക്കുന്നതും അതിനുശേഷം ആ ആഴ്ച പല സ്ഥലങ്ങളിൽ സുവിശേഷം ഘോഷിക്കുന്നതൊക്കെ ഉള്ളൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തു. ആ സ്ഥലത്ത് പ്രവർത്തിച്ച റവറൻ ഡോക്ടർ ഗുർലയോർജൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പിന്നീട് കണ്ണമല സെമിനാരി പ്രിൻസിപ്പളായിരുന്നല്ലോ. ഇതുപോലെ വലിയ പള്ളിയിലൊന്നുമല്ല കമ്മ്യൂൺ എടുക്കുന്നത്, വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ്. നല്ലൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഭംഗിയായി മണ്ണുകളോ എല്ലാം ഭംഗിയാക്കി വൃത്തിയാക്കി അവിടെ വിശുദ്ധ സംസ്കരണം കൊടുക്കുകയാണ് ഈ പാവപ്പെട്ടവർക്ക്. അങ്ങനെ ആരംഭിച്ചതായ മിഷൻ വളർന്ന് വലുതായി അനേക സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിച്ചു. 1938 ആദ്യ വിവാഹം നടക്കുന്നത്. ബൊച്ചു സൗമേൽ എന്ന് പറയുന്ന ഒരാൾ, കമലെന്ന് പറയുന്ന വിവാഹം കഴിച്ചു. നമ്മുടെ മിഷൻ വയലിലെ ആദ്യത്തെ വിവാഹം. 1947 ആയപ്പോഴേക്കും 2 സിസ്റ്റേഴ്സ് അവിടെ പോയി. മേരി ജോണും അതുപോലെ തന്നെ മേരി തോമസും 2 പേരും അവിടെ ചേർന്നു പറക്കാലിൽ. ബഥേൽ എന്ന് പറയുന്ന ആശ്രമങ്ങൾ അവിടെ എല്ലാം സ്ഥാപിക്കപ്പെടുകയുണ്ടായി. ഇപ്പോഴും പറക്കാലിൻ്റെ പല സ്ഥലങ്ങളിൽ ബഥേൽ ആശ്രമമുണ്ട്. സിസ്റ്റർ അന്ന ജോണാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ശ്രമഫലമായിട്ട് ആ പ്രദേശം അങ്ങ് വളർന്നു. കാളവണ്ടി പോലും ചെല്ലാത്ത സ്ഥലത്ത് ഇപ്പം ബസ്സായി, റോഡായി, സ്കൂളായി, ചെറിയ ടൗണായി പറക്കാലും മാറി. അതിനോടനുബന്ധിച്ചുള്ള തെലുങ്കാന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ആന്ധ്ര മിഷൻ പറക്കുന്ന മുഗലപ്പള്ളിയും കാട്ടിരപ്പള്ളിയും ഒക്കെ വികസിച്ചു. മിഷന്മാർ നമുക്ക് നൽകിയ നല്ല മാതൃക എന്തായിരുന്നു? അവർ മിഷൻ ആരംഭിച്ചിട്ട് അത് സ്വദേശക്കാർ കൈമാറിപ്പോയി. പറക്കാൻ പഠിപ്പിക്കുന്ന പക്ഷിയെ പോലെ പറന്നു തുടങ്ങുമ്പോൾ അമ്മ കിളി മാറുകയെന്ന പോലെ മിഷൻ തന്നെ ചെയ്യാൻ അറിയാമ്പോൾ മാറുന്നതായ ഒരു സ്ട്രാറ്റജിയാണ് മിഷൻ്റേത്. മിഷന്മാർ ഇവിടെ നിന്നും തിരികെ പോയെന്ന് നമുക്കെല്ലാം അറിയാം. അതുപോലെ തന്നെ 2003 പറക്കാനടക്കമുള്ള 6 സഭകൾ കരുനഗറിലുള്ള അവിടുത്തെ ഡയസിന് കൈമാറി. 2003 ധീരമായ കാൽവെപ്പായിരുന്നു. കൊടുക്കണോ വേണ്ടായോ എന്നുള്ള ഒരു തർക്കം ഉണ്ടായിരുന്നു. നമ്മുടെ മിഷൻ വയലാണ്, കൊടുത്താൽ അതിൻ്റെതായ ചോദ്യം ഉണ്ടാവും, ഒരു വിവാദമാവും എന്നൊക്കെ വിചാരിച്ചെങ്കിലും
സാമാത്തിരിമയുടെ സമയത്താണ് ഈ 6 സഭകൾ അവർക്ക് വിട്ടുകൊടുക്കുന്നത്. പറക്കാൽ എന്ന വലിയൊരു കോൺഗ്രിഗേഷനാണ് പറക്കാൽ. ഞാനും ഒരു ദിവസം അവിടെ പോകുകയുണ്ടായി. ഈ മാസം 7-ാം തീയതി കൂടിയതായിട്ടുള്ള മീറ്റിങ്ങിൽ, വാർഷിക കമ്മിറ്റിയിൽ വീണ്ടും ഒരു 6 സഭകൾ കൂടെ കരുനഗർ ഡയസിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വയം ത്രാണത്തിലെത്തുന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കുവാനും പള്ളി നടത്തിക്കൊണ്ട് പോകാൻ കഴിവുള്ളവരെ വിട്ടുകൊടുക്കേണ്ടത് ആവശ്യമാണല്ലോ. സാഹിബ്മാർ ചെയ്തതുപോലെ തന്നെ അങ്ങനെ വിട്ടുകൊടുക്കുകയാണ്. ഇനി പുതിയ മിഷൻ വഴി നമ്മൾ കണ്ടെത്തണം. അതിനൊക്കെ പറയാൻ വേണ്ടിയാവുന്നു ശതാബ്ദി ആഘോഷങ്ങൾ നടത്തുന്നത്. കാരണം കഴിഞ്ഞ 100 വർഷക്കാലം നാം അനുഭവിച്ചതായ വലിയ കൃപകളെക്കുറിച്ച് ഓർക്കാതിരിക്കാനൊക്കത്തില്ല. നമ്മുടെ എല്ലാം കണ്ണുനീരും അനേകരുടെ ഫലമായിട്ട് പുതിയ പുതിയ സഭകളുണ്ടായി വളർന്ന്, ചർച്ച് പ്ലാന്റിംഗ് എന്നൊക്കെ പറയുന്നത്, വളർന്ന് വലുതായി കൈമാറുന്ന അനുഭവം. ഇതൊരു തുടർ പ്രക്രിയയാണ്. ഈ കത്തോലിക്കലെ പോലെ ഒരു മാസ് കൺവേർഷൻ അല്ല. മാസ് കൺവേർഷൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, അന്ന് അവിടുന്ന് മിഷണറിമാർ വന്നു, ധാരാളം ആളുകൾ, പ്രയാസമുള്ള പിന്നാക്ക ജനത്തിലുള്ള ആളുകളൊക്കെ എത്തി സ്നാനമേൽക്കാൻ പറഞ്ഞപ്പോൾ ചൂലുകൊണ്ട് തളിച്ചാണ് സ്നാനപ്പെടുത്തിയത്. അവരെന്നാൽ നമ്മുടെ സ്നാനം അങ്ങനെയല്ല, വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചാണ് സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ വ്യക്തതയുണ്ടാകുന്ന ഒരു തലം ആളുകളെ, പട്ടക്കാർക്ക്, മിഷണറിമാർക്ക് ആളുകളെ നന്നായിട്ട് അറിയാം. അതിനെക്കുറിച്ച് ഒരു ഉദാഹരണമായൊരു സംഭവകഥ ചർച്ച് മിഷണറി റെക്കോർഡ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുമരകത്ത് ഒരാൾ കർത്താവിൽ ക്രിസ്ത്യാനിയാകാൻ തീരുമാനിച്ചു. ഈ പ്രിയപ്പെട്ട മിഷണറി പറഞ്ഞു, നിനക്ക് 2 ഭാര്യയുണ്ട്, 2 ഭാര്യയുമായിട്ട് ക്രിസ്ത്യാനിയാകാൻ ഒക്കത്തില്ല. അപ്പോൾ നിനക്ക് ചോയ്സ് ഉണ്ട്. അയാൾക്ക് ഒരു പ്രായമുള്ളൊരു പ്രായമുണ്ട്, ചെറുപ്പക്കാരും ഹിന്ദുവാണല്ലോ, ഏത് തിരഞ്ഞെടുക്കും? അദ്ദേഹം തിരഞ്ഞെടുത്തത് പ്രായമുള്ള ആളിനെ തിരഞ്ഞെടുത്തു. ചെറുപ്പക്കാരിക്ക് ആരെയും കല്യാണം കഴിക്കാൻ. അങ്ങനെ വ്യക്തമായ പഠിപ്പിക്കൽ, കണ്ണടച്ച് വിടുകയല്ല, വ്യക്തമായ പഠിപ്പിക്കൽ. ഇങ്ങനെ ഒക്കെയുള്ളൂ. ഒറ്റ ഏക ഭാര്യ ഏക ഭർത്താവ്, അതൊക്കെ പഠിപ്പിച്ചാണ് ക്രിസ്ത്യാനികളാക്കുന്നത്, അല്ലെങ്കിൽ സ്നാനം നടത്തുന്നത്. അത് വളരെയധികം ശ്രമമുണ്ട്, പ്രാർത്ഥനയുണ്ട്, യത്നമുണ്ട്. അത് നമ്മളെല്ലാം പങ്കാളിയാകുക. ഈ മിഷൻ ഇനിയും നിലനിൽക്കണം. പറക്കാൽ മിഷനല്ല, ഇനി പല സ്ഥലത്തൊക്കെ മിഷൻ വ്യാപിപ്പിക്കാനുണ്ട്. അതിന് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയും കൈത്താങ്ങുന്ന സഹകരണവും സാമ്പത്തിക സഹകരണവും ഒക്കെ ആവശ്യമാകുന്നു. അതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയാകുന്നു ഈ ഫെസ്റ്റിവൽ നടത്തപ്പെടുന്നു. തീർച്ചയായിട്ടും ഈ ഇടവയുടെ വികാരിയായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മറിയ സാബുക്കോശി ചെറിയാൻ ഇരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഉണ്ടെന്ന് എനിക്കറിയാം. കൂടുതൽ സഹകരിക്കും. അനേക തലങ്ങളിൽ പ്രവർത്തിച്ച വ്യക്തികളാണ്. ഇവിടെ മനോഹരമായ ഗായക സംഘവും എല്ലാ സംഘടനകളുണ്ട്. മനോഹരമായ മിഷണറി പാരമ്പര്യം ഉള്ളതുകൊണ്ട് ഒരു മിഷൻ വയലുകളെ തന്നെ ഏറ്റെടുക്കാൻ കഴിയും. ഉള്ള എല്ലാ ആശംസകളും തുറന്നു അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വചനധ്യാനത്തിനായിട്ട് കടക്കുകയാണ് ചെയ്യുന്നത്. വില്യം കേറി എന്ന് പറയുന്ന മിഷണറിയാണ് മോഡേൺ മിഷണറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, ആധുനിക. അദ്ദേഹം പറയുന്നത്, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ് ആൻഡ് അറ്റംപ്റ്റ്സ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. ദൈവത്തിനായിട്ട് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയും വലിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. ഒരു ചെരുപ്പ് കുത്തിയായിട്ട് ജീവിതം ആരംഭിച്ചിട്ട് കൽക്കട്ടയിൽ സെറാംപൂർ വന്ന് അവിടെ ചെറിയ തോതിൽ മിഷണറി പ്രവർത്തനം നടത്തി. ഹോർട്ടിക്കൾച്ചർ, പ്രസ്, തിയോളജിക്കൽ സെമിനാരി ആൻഡ് കോളേജ് എല്ലാം ഉണ്ടാക്കിയ വലിയൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രസ് ഒരു പ്രാവശ്യം തീ കത്തിയപ്പോൾ കണക്കാക്കി 500 പവനുണ്ടായിരുന്നുള്ളൂ. 500 പവൻ്റെ നഷ്ടമുണ്ടായി. അപ്പോൾ വലിയ പ്രതീക്ഷ നമുക്ക് ആവശ്യമാണ്, വലിയൊരു പ്രതീക്ഷ ആവശ്യമാണ്. ഇന്ന് നാം വായിച്ചു കേട്ട നെഹമ്യാവിൻ്റെ പുസ്തകം, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മിഷൻ ചെയ്യുന്നത് ഒരു യോജിപ്പോടുകൂടിയാണ്. എല്ലാവരും ഒരുമിച്ച് ഏകോദര സഹോദരന്മാരെ പോലെ എല്ലാവരും ഉൾപ്പെടുത്തിയാണ് ചെയ്യേണ്ടതെന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് പറയാനുള്ള കാര്യം, ഈ 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള നാം പാഠഭാഗം വായിച്ചെങ്കിലും 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വരെ വായിക്കുമ്പോൾ വായിക്കാൻ അത്ര സുഖമില്ലെങ്കിലും അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വലിയ കാര്യമാണ്. ഈ യെരുശലേമിൻ്റെ മതിലുകളും മറ്റുള്ള വാതിലുകളൊക്കെ പണിയാൻ തൊക്കണം ആരൊക്കെ അധ്വാനിച്ചുവെന്ന് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. പേര് പറഞ്ഞിട്ടുണ്ട്. തൈലക്കാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, അതുപോലെ സാധാരണ ജനങ്ങളുണ്ട്, പല ആളുകൾ അധ്വാനിച്ചു, ലേവ്യരുണ്ട്.
അത് മാത്രമല്ല, എവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഏതൊക്കെ അറ്റകുറ്റപ്പണി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മാതൃകയാണ് ഈ അധ്യായം. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ വായിക്കുക. മാറ്റിനെ ഉൾക്കൊള്ളുകയാണ്, ബഹുമാനിക്കുകയാണ്. ഈ പുസ്തകം ഒരു ബഹുമാനത്തിൻ്റെ, അല്ലെങ്കിൽ മൂന്നാമത്തെ ബഹുമാനത്തിൻ്റെ, അവരെല്ലാം ഓർക്കുന്നതാണ്. നമ്മുടെ പള്ളിയുടെ പുറവശത്ത് ഇവിടെ സെർവ് ചെയ്തിട്ടുള്ള എല്ലാ പട്ടക്കാരുടെയും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു നന്ദി അർപ്പണമാണ്. ഇവിടുത്തെ ആദ്യത്തെ മിഷണറി മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പട്ടക്കാരുടെയും പേര് രേഖപ്പെടുത്തിയ ഒരു സ്തോത്രമാണ്. ഇത്രയും പേര് ഇവിടെ സേവനം അനുഷ്ഠിച്ചു. അതിൻ്റെ മാതൃകയാണ് ഈ മൂന്നാം അധ്യായം. അതുകൊണ്ട് എല്ലാവരുടെയും പഴയ കാലത്തും ഇപ്പോഴും എല്ലാ കാലത്തും പ്രവർത്തിച്ചവരുടെ കാര്യം ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോഴാകുന്നല്ലോ ശക്തി ആർജിക്കും. കേരളത്തിലൊരു പാർട്ടി, ഏത് പാർട്ടിയാണെന്ന് പറയുന്നില്ല, പാർട്ടി ഈശ്വരനൊന്നും വിശ്വസിക്കാത്ത പാർട്ടിയാണെങ്കിൽ പോലും ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ സമ്മേളനമൊക്കെ നടത്തുമ്പോൾ പഴയകാല നേതാക്കന്മാരുടെ പേര് ഇന്ന നഗർ എന്നിടാറുണ്ട്. ആ പ്രദേശത്ത് കേരളത്തിലൊക്കെ പ്രവർത്തിച്ചായ പഴയ മരിച്ചുപോയ ആളുകളുടെ പേരിൽ നഗർ എന്ന് രേഖപ്പെടുന്നത് പഴയ കാലത്തെ ആളുകളെ ഓർക്കുകയാണ്. അങ്ങനെ ഇടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ വീട്ടുകാർക്കും അവരുടെ ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്കും സന്തോഷമാകും. അതെ, വേദവസ്വം നമ്മൾ പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ചേർത്ത് പ്രവർത്തിച്ചെങ്കിലേ കർത്താവിൻ്റെ വേല ഭംഗിയായി നടത്തുകയുള്ളൂ. അതുകൊണ്ട് ഈ കഴിഞ്ഞ 100 വർഷക്കാലം അവിടെ പ്രവർത്തിച്ചതായ എല്ലാ മിഷണറിമാരുടെയും പേരൊന്നും ഇവിടെ പറയാൻ എനിക്ക് അറിയത്തില്ലെങ്കിലും ഈ നമ്മളെ ഓർക്കുന്ന എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടെ പ്രവർത്തിച്ചതായ പട്ടക്കാരും സുവിശേഷകരും അധ്യാപകരും ഡോക്ടർമാരും ചെറിയ വേല കൊണ്ട് വലിയ വേല ചെയ്തവർ, അവരൊക്കെ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ മാതൃകയായി തീർന്നു. അതോടെ ദൈവത്തിന് സ്തുതി അർപ്പിക്കാം. രണ്ടാമത് എനിക്ക് നിങ്ങളോട് സംവദിക്കാനുള്ള ഭാഗം മത്തായിയുടെ സുവിശേഷമാകും. അവിടെ യേശുക്രിസ്തു പറയുന്ന കാര്യമാണ്. യേശുക്രിസ്തു എന്ന് പറയുന്നത് തന്നെ വചനമാണ്, മിഷനാണ്, എല്ലാമാണ്. അവൻ ദൗത്യം മറ്റുള്ളവർക്ക് നൽകുകയും ദൗത്യം എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ദൗത്യത്തിൻ്റെ മാതൃകയാണ് കർത്താവായ യേശുക്രിസ്തു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു അവിടെ ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് സുവിശേഷം പ്രസംഗിച്ചു. ജീസസ് ഹെറാൾഡ്, അദ്ദേഹം പ്രഘോഷകനായിരുന്നു, സുവിശേഷം പ്രസംഗിച്ചു. യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നാം ഓർത്തിരിക്കണം, യേശുക്രിസ്തുവും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു എന്നാണ്. ദൈവരാജ്യമാണ് യേശു പ്രസംഗിച്ചത്. യേശുവിനോട് പ്രാർത്ഥിക്കാനൊക്കെ അറിയത്തില്ല, തൃത്വത്തോട് ത്രിയേക ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. യേശു മുഖാന്തരം പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യേശു പ്രസംഗിക്കുക എന്ന് പറയുന്നത് പ്രഘോഷിക്കുകയാണ്. എനിക്ക് ഒരു കാര്യം വ്യക്തമായി അറിയെങ്കിൽ മാത്രമേ പ്രഘോഷണം നടക്കുള്ളൂ. ഞാൻ മനനം ചെയ്ത കാര്യങ്ങൾ മാത്രമേ മറ്റുള്ളവർ പങ്കിടാനായിട്ട് കഴിയത്തുള്ളൂ. ചില സൺഡേ സ്കൂളിലൊക്കെ പോയാൽ, ഇവിടെങ്ങും എല്ലാം ദൂരെ ഒരു സൺഡേ സ്കൂളിൽ പോയപ്പോൾ ഞാൻ കണ്ടത്, സൺഡേ സ്കൂളിലെ ടീച്ചർ, ഇവിടെ ആരെയും പ്രയാസപ്പെടുത്താൻ പറയല്ല, അവിടുത്തെ സൺഡേ സ്കൂളിൻ്റെ കാര്യം പറയും. ടീച്ചർ കുട്ടികൾ മുന്നിൽ വെച്ച് പാഠാവലി തുറക്കും, ഇന്ന വായിക്കും, ഉടനെ അത് ഡിക്റ്റേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അറിയാം, സൺഡേ സ്കൂൾ ടീച്ചർ പ്രിപ്പയർ ചെയ്തിട്ടേ ഇല്ല, അദ്ദേഹം തയ്യാറായിട്ടേ ഇല്ല. മുന്നിൽ വെച്ച് എല്ലാം വായിച്ച് നോക്കി മനസ്സിലാക്കി പിന്നെ അത് പറയുക. അപ്പം മനനം ചെയ്തിട്ടേ ഇല്ല. വാർത്ത വായനക്കാരനെ പോലെ അന്നേരം കിട്ടുന്നതായ വാർത്ത, കളക്ഷൻ ഓഫ് ഇൻഫർമേഷനാണ് ന്യൂസ് എന്ന് പറയുന്നത്. ഈ ടി വിയിലൊക്കെ വായിക്കുന്ന വാർത്ത അന്നേരം കിട്ടുന്നത് വായിക്കുകയാണ്. അത് ഹൃദയത്തിലേക്ക് സംഗ്രഹിച്ചിട്ടില്ല. എന്നാൽ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പ്രഘോഷിക്കാൻ, അതൊരു സർട്ടനിറ്റി വേണം, നിശ്ചയമുണ്ടാവണം. ഹെറാൾഡിന് നിശ്ചയമുണ്ടാവണം. എനിക്ക് നിശ്ചയമുണ്ടെങ്കിൽ പ്രഘോഷിക്കാൻ. അപ്പോൾ സുവിശേഷൻ മിഷണറി എപ്പോഴും പ്രഘോഷകനായി ആയിരിക്കും. ദൗത്യം എപ്പോഴും നിശ്ചയമുള്ള കാര്യങ്ങൾ പറയുകയാണ്. രണ്ടാമത് ചെയ്യുന്നത്, അവൻ സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കി. പലപ്പോഴും വിചാരിക്കുന്ന യേശുവിനെ മാത്രമേ സൗഖ്യമാക്കാൻ. യേശു പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ കാര്യം ചെയ്യുമെന്ന് പറയും. യേശു ഹീലർ, അവൻ സൗഖ്യം. എന്നെയും നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം, നിങ്ങളൊരു പ്രശ്നവുമായിട്ട് അവിടെ വന്നിരിക്കുന്നത്, ഞാനും പ്രശ്നങ്ങളാണ് നിൽക്കുന്നത്. രോഗമില്ലാത്ത ആരുമില്ല, അവൻ ഹീൽ ചെയ്യുന്നവനാണ്. യേശുവിന് ആ സൗഖ്യത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. ദൗത്യവാഹകനും സൗഖ്യദായകനാണ്. മറ്റ് നിയോ മാസ് മൂവ്മെൻറ്റ്സുകാർ ചെയ്യുന്ന പോലെ പട്ടക്കാരൊരിക്കലും ഫ്ലെക്സ് വെച്ച് പറയാറില്ല, ഇന്നത്തെ പ്രസംഗിക്കുന്നു, ഇന്ന സ്ഥലത്ത് പ്രസംഗിക്കുന്നു.
എൻ്റെ ഗ്രാമത്തിലൊരു പെന്തക്കോസ്ത് ഹോളുണ്ട്. അപ്പോൾ പെന്തക്കോസ്ത് ഹോളിൽ ചെറിയൊരു ഹോളാണ്. തിരുവല്ല ചെന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന കീഴായിപ്പൂര് ഇന്ന സ്ഥലത്ത് ഇന്ന പാസ്റ്റർ പ്രസംഗിക്കുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ഫ്ലെക്സ് വെച്ചതും ഒട്ടിച്ചതും എല്ലാം പാസ്റ്റർ തന്നെ നമുക്കറിയാം. അവിടെയെങ്കിലും അധികം പേര് വരുന്നുണ്ട്. അപ്പോൾ സ്വയമായിട്ട് പറയുകയാണ് ഞാൻ പ്രസംഗിക്കുന്നു. അങ്ങനെയല്ല, ഹൃദയംഗമായി പ്രസംഗിക്കുകയാണ്, ഹൃദയംഗമായി ഹീൽ ചെയ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഈ നമ്മുടെ പട്ടക്കാരുടെ ശുശ്രൂഷകരുടെ മിഷണന്മാരുടെ വേല നോക്കി അനേകർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ആന്ധ്രയുടെ പ്രദേശങ്ങളിൽ എത്രയോ പേര് പാമ്പ് കടിയേറ്റ് മരിക്കാമായിരുന്നു. ഇത്ര പാമ്പ് കടിയേറ്റ് മരിച്ചവരൊക്കെ ഡോക്ടർ ജീൻ്റെ അടുക്കൽ വന്നായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇരുന്ന പ്യൂനാഴ്ചൻ്റെ കൊച്ചമ്മ, നാൻസി കൊച്ചമ്മ അവിടുത്തെ ഒരു ദൈവം പോലെ കണക്കാക്കുന്ന ആളായിരുന്നല്ലോ. എത്രയോ ആളുകളാണ് കൊച്ചമ്മയുടെ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് മൂലം പാമ്പ് കടി വിഷത്തീണ്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഹീൽ ചെയ്യുന്ന ശുശ്രൂഷ അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലൊരു ആശുപത്രി അവിടെ ഉണ്ട്. അതുകൊണ്ട് ദൗത്യം എന്ന് പറയുന്നത് രോഗസൗഖ്യത്തിൻ്റെ ഭാഗം കൂടിയാണ്. എൻ്റെ സംസാരം ഇത് വളരെ നേരത്തതും സൗമ്യവുമാകുമ്പോൾ അത് സൗഖ്യദായം കൂടിയാകുകയാണ് ചെയ്യുന്നത്. ചില ഡോക്ടർമാർ അടുക്കൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രോഗം കൂടും, ഇല്ലാത്ത പ്രശ്നം ഉണ്ടാകും, ഹാർട്ട് അറ്റാക്കും വരും. ചില ഡോക്ടർമാർ അടുക്കൽ ചെന്നാൽ അസുഖങ്ങൾ തന്നെ കുറയും. അദ്ദേഹത്തിൻ്റെ വളരെ സൗമ്യമായ സംസാരം കേൾക്കുന്നതിന് പകുതി അസുഖം മാറിയിരിക്കും. കുഴപ്പമില്ല, സാരമില്ല, നമുക്ക് മെച്ചപ്പെടുത്താം. ഇതാണ് സുവിശേഷം. മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുക, അവരെ ഹീൽ ചെയ്യുക. അവസാനത്തെയാണ് യേശു പറയുന്നത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം എന്ന വേലക്കാരോ ചുരുക്കം. ഞാൻ പെട്ടെന്ന് നിർത്തുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടരുത്. ഞാൻ 15-20 മിനിറ്റ് കൂടുതൽ എടുക്കത്തില്ല. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന മഹാനായ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ വായിക്കാനിടയായി തീർന്നു. അദ്ദേഹം വളരെ ശക്തമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്താണ് കത്തോലിക്ക സഭയുടെ തെറ്റുകൾക്കെതിരെ. അദ്ദേഹം ശക്തമായി പ്രവർത്തിച്ചു. അദ്ദേഹം ഒരു മൊനാസ്ട്രിയിൽ ആശ്രമത്തിൽ ജീവിച്ച ഒരാളാണ്. ആശ്രമത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തൊരുക്കം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, മാർട്ടിൻ ലൂതർ പ്രവർത്തിക്കുന്നു. എപ്പോഴും മാർട്ടിൻ ലൂതർ പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കും. മാർട്ടിൻ ലൂതർ പ്രവർത്തനം ഭംഗിയായിട്ട് നടന്നു. അങ്ങനെ എനിക്കൊരു ദിവസം ഈ ഇദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. വലിയൊരു വയൽ, അല്ല ഗോതമ്പ് വയൽ, അത് വിളഞ്ഞു കിടക്കുകയാണ്. കൊയ്യാൻ ഒരു മനുഷ്യൻ മാത്രം, കിലോമീറ്റർ കണക്കിൽ കിടക്കുന്ന വയൽ കൊയ്യാൻ ഒരു മനുഷ്യൻ മാത്രം. അല്പം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ മുഖം തെളിഞ്ഞു വന്നു. മാർട്ടിൻ ലൂഥറാണ്. സ്വപ്നം കഴിഞ്ഞ് ഉണർന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, പ്രാർത്ഥിച്ചാൽ മാത്രം പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അദ്ദേഹം മൊണാസ്ട്രി വിട്ട് പ്രവർത്തനത്തിനായി ഇറങ്ങി. മൊണാസ്ട്രി താമസിക്കും, പ്രാർത്ഥിക്കും, പ്രവർത്തിക്കും. അപ്പോൾ കൊയ്ത്തിലേക്ക് വേലക്കാരെ ആവശ്യമുണ്ട്. നാം നോക്കുമ്പോൾ കൊയ്ത്തിന് സ്ഥലമില്ലെന്ന് വിചാരിക്കുന്ന ആളുണ്ടെങ്കിൽ ധാരാളം സ്ഥലങ്ങൾ ഇനിയും അവശേഷിച്ചിരിക്കുകയാണ്. പർവ്വതത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, നമുക്കറിയാം. ഗവൺമെൻറ് പ്രശ്നമുണ്ട്, പാർട്ടിയുടെ പ്രശ്നമുണ്ട്, ഭീകരന്മാരുടെ പ്രശ്നം, തീവ്രവാദികളുണ്ട്, പല പല മതപ്രശ്നങ്ങൾക്കെങ്കിലും ആളുകൾ താല്പര്യത്തോടെ ഇരിക്കുകയാണ് ഈ വചനം കേൾക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനും. എവിടെയാണ് സൗഖ്യം? യേശു സഞ്ചരിച്ച സ്ഥലങ്ങളൊക്കെ പ്രശ്നമുണ്ടായിരുന്നല്ലോ. യേശുവിനെ കൊടുക്കാൻ എത്രയോ പേര് ശ്രമിച്ചു, പൗലോസിനെ കൊടുക്കാൻ എത്രയോ പേർ ശ്രമിച്ചു. എന്നാൽ പൗലോസ് പ്രസംഗിച്ചു, യേശു സൗഖ്യമാക്കി, ബലപ്പെട്ടു പോയി. അതെ, കൊയ്ത്ത് വളരെയുണ്ട്, കൊയ്ത്ത് വളരെയുണ്ട്. കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ കീഴിലൊരു ചെരുപ്പ് കുത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ചെറിയ കൊട പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യനോട് സംസാരിക്കുന്നു. ഭയങ്കര തിരക്കാണല്ലോ കോട്ടയത്ത്. ഞാൻ നോക്കി ഒരു ഗിഡേൻസിൻ്റെ തമിഴ് ബൈബിൾ എടുത്ത് ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുക. ഈ തിരക്കുള്ള വലിയ റോഡിൽ തൻ്റെ കൊടക്കീഴിലിരുന്ന് ഒരു മനുഷ്യനോട്, എനിക്ക് മനസ്സിലാകും, തമിഴ് അറിയത്തില്ല, എന്നാലും മനസ്സിലായി, ഈ വചനം പങ്കിടുകയാണ്. ഏത് ശബ്ദമുഖരിതമായിരിക്കുന്ന പ്രയാസങ്ങൾക്ക് മധ്യത്തിലും, എത്ര വിധമായിട്ടുള്ള സംഘർഷമുള്ളപ്പോഴും, ആളുകൾ തൂങ്ങിക്കൂടിയിരിക്കുമ്പോഴും ദൈവജനം പറയുവാൻ യാതൊരു പ്രയാസമില്ല. കാരണം ദൈവത്തെക്കുറിച്ചാണ്, കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. അതെ, കൊയ്ത്തിന് ആളുകളെ ആവശ്യമുണ്ട്, കൊയ്യാൻ ആളുകളെ ആവശ്യമുണ്ട്. കണ്ണ് തുറന്ന് നോക്കണം.
ഒരു സംഭവത്തോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഒരു മുതിർന്ന ഒരു ബന്ധു എറണാകുളത്ത് കളമശ്ശേരിയിൽ താമസിച്ചിരുന്നു. അദ്ദേഹം ഒരു ഡോക്ടറാണ്. ക്രിസ്മസിൻ്റെ സമയത്ത് അദ്ദേഹം 10-20 കേക്ക് വാങ്ങി അവിടുത്തെ ഇടവപ്പെട്ടക്കാരൻ, നമ്മുടെ പള്ളി അല്ല വേറെ പള്ളിയാണ്, ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് പാവപ്പെട്ടവരായ അല്ലെങ്കിൽ തീരെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അച്ഛൻ എങ്ങനെ വിതരണം ചെയ്യണം, അച്ഛൻ കൊടുക്കണമെന്നല്ല, അച്ഛനിലൂടെ ആരെങ്കിലും വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അച്ഛൻ പറഞ്ഞു, ഇവിടെ എങ്ങും പാവപ്പെട്ടവരൊന്നുമില്ല. ശരി, അച്ഛന്മാർ നോക്കുന്നവർ പള്ളിയിലും കോട്ട് സൂട്ടും മട്ടിരിക്കുന്നവർ പാവപ്പെട്ടവരൊന്നും അച്ഛൻ പെട്ടെന്ന് കാണത്തില്ല. അപ്പോൾ ഈ ഡോക്ടർ എന്ത് ചെയ്തു, ഒരു സഞ്ചാര ഉപദേശിയെ ഇവാഞ്ചലിസ്റ്റിനെ വിളിച്ച് പറഞ്ഞു, ഈ 20 കേക്ക് എവിടെയെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവർ കൊണ്ട് കൊടുക്കണം. അദ്ദേഹം 3 മണിക്കൂർ കൊണ്ട് കേക്ക് തീർത്തു. കാണുന്നതിൻ്റെ വ്യത്യാസം, നമ്മുടെ പെർസെപ്ഷൻ ഇങ്ങനെ കാണുന്നത്, കൊയ്ത്ത് വളരെ ഉണ്ട്, ഇനിയും കൊയ്യാൻ കിടക്കും. കർത്താവ് നമ്മുടെ ആവശ്യപ്പെടും. ദൗത്യം എന്ന് പറയുന്നപ്പോൾ ഏകോപിച്ചുള്ളതായിരിക്കണം. നമ്മൾ പ്രഖ്യാപിക്കുന്നതാവണം, വളരെ നിശ്ചയത്തോടെ പ്രഖ്യാപിക്കുന്നതായിരിക്കണം. അവിടെ ദൗത്യത്തിലൊരു സൗഖ്യദായക ശുശ്രൂഷയുണ്ട്. കൊയ്ത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടണം. ഈ പല രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് എന്നെനിക്കറിയാം. നിങ്ങളെല്ലാവരുടെയും പ്രവർത്തനത്തിനായിട്ട് ചെറുതോ വലുതായ പ്രവർത്തനം, എല്ലാ പ്രവർത്തനവും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ദൈവം അതെല്ലാം കാണുകയാണ്. ധാരാളം പ്രതിഫലം ദൈവം നമുക്ക് നൽകും. കൂടുതൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തിയും ഊർജ്ജവും ദൈവം നൽകട്ടെ. ഒരിക്കൽ കൂടി പരക്കാൽ ശതാബ്ദി ആഘോഷങ്ങൾ 24-25 തീയതി നടക്കുന്നതിനോട് പ്രാർത്ഥിക്കുക. ആ ദിവസം റിട്രീറ്റ് സെൻ്ററിൽ 3 മണിക്ക് വരിക. ഇതിനാവശ്യമായ സഹായം നൽകുക. കഴിയുന്നവരൊക്കെ, ആരോഗ്യമുള്ളവരൊക്കെ പരക്കാലിൻ്റെ പ്രദേശത്തൊക്കെ പോയി അത് കാണുന്നത് വളരെ നന്നായിരിക്കും. വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു പ്രവർത്തനമാണല്ലോ. ഇനി അടുത്ത 3 വർഷം ഉണ്ട്. അനേക ഗ്രാമങ്ങൾ നേടേണ്ടിയിരിക്കും. അനേക ഗ്രാമങ്ങൾ, പ്രതിസന്ധി മാത്രം അനേക ഗ്രാമങ്ങൾ നേടുവാൻ തക്കോണം ഈ ഇടവപോലെ സഹായിക്കട്ടെ. ഇന്ന ദിവസം വചനം പങ്കിടുവാനിടയായത് ഓർത്ത് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. സ്നേഹവാനായിരിക്കുന്ന ദൈവമായ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആത്യന്തികമായ ശക്തി അനുഭവിച്ചറിവാനിടയായല്ലോ. അങ്ങയുടെ ദൗത്യം ഒരുമിച്ച് കൂട്ടമായിട്ടുള്ളതാണെന്ന് ഏകോപിപ്പിച്ചാണ് കേൾപ്പിച്ചുള്ള സ്തുതിക്കുന്നു. അങ്ങയുടെ ദൗത്യത്തിൽ വളരെ ശക്തമായി പ്രഘോഷിക്കേണ്ടതാണെന്ന് ഞാൻ കേൾപ്പിച്ച സ്തോത്രം. അതിനേക്കാൾ ഉപരിയായി സൗഖ്യദായ ശുശ്രൂഷയും അനേകരെ അതിലേക്ക് വിളിക്കേണ്ടതാകെ വാഴ്ത്തുന്നു. വചനം കേട്ടതിന് സ്തോത്രം. ബ്രദർ മിഷൻ്റെ പ്രവർത്തനം സ്തുതിക്കുന്നു. മഹാഡോയ്ക്കായിട്ട് സ്തോത്രം. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപ കേൾക്കണമേ. ഇപ്പോൾ പിതാവായതിനും പുത്രനായതിനും സകലവുമാനം മഹത്വവും കാലാവസാനം കൂടാതെ ഇപ്പോഴെപ്പോഴും എന്നേക്കിരിക്കുമാറാകട്ടെ.